ധൈര്യം സംഭരിച്ച് കയറി വലിയ കൊമ്പൻ. കുറച്ച് ആൾക്കാരോടൊപ്പം ഉണ്ടായിരുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പുറത്ത് പടക്കം പൊട്ടിച്ചു. പടക്കമൊന്നും ഒരു പേടിയില്ല. രണ്ടും കൽപ്പിച്ച് ആന കയറി വരുന്നത്. ഏതാ മൂത്തവൻ. ഇളയ ഇച്ചിരി പേടിയുണ്ട്. ലൈറ്റ് അടിച്ചപ്പോൾ കുറേ നേരം തിരിഞ്ഞും മറിഞ്ഞും കയറുന്നുണ്ട്. അത് ഇറങ്ങുന്നു, പിന്നെയും കയറുന്നു, ഇറങ്ങുന്നു, പിന്നെയും കയറുന്നു. പിന്നെ അവനും പമ്മി കയറി ഇങ്ങനെ പോകുന്നു. അപ്പോൾ അതാണ് ഇന്നലത്തെ കഥ. രാത്രി 2 പേരും ലേറ്റായിട്ടാണ് വന്നത്. 2 പേരും 2 സമയത്താണ് പോയത്. കാരണം ഈ പടക്കവും പിന്നെ ലൈറ്റ് അടിയൊക്കെ ആയതുകൊണ്ട് താമസിച്ചാണ് പോയത്. രണ്ടായിട്ടാണ് പോയത്. മറ്റേ ഒന്നിച്ചൊക്കെയാണ് ഇവർ പോകുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു. താഴെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കാണും. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെല്ലാം റോഡ് നിറച്ചും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആനയുള്ളത്. ലൈറ്റ് നോക്കി അടിച്ചിങ്ങനെ നീക്കുകയാണ്. സുഹൃത്തുക്കളെ, ആന വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ആന ഇന്നലെ ഇരുട്ടത്തൊക്കെ കയറി പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ആറ്റിൽ നല്ല വെള്ളമുണ്ട് കേട്ടോ. നല്ല വെള്ളം ഇങ്ങനെ ഇടിച്ചു കുത്തി വരും. അതിൻ്റെ ഇത് കണ്ടോ. ഈ ഒരു കല്ലാണ് ഞാനിവിടെ അടയാളമായിട്ടിട്ടേക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ആ കല്ലിലൊക്കെ ഇരുന്നായിരുന്നു ഫോട്ടോ എടുത്തത്. ഇപ്പോൾ കല്ല് മുങ്ങി വരും. ഞാൻ അവിടെ ഇരിക്കാൻ തുടങ്ങിയതാണ്. നന്നായി അവിടെ ഇരിക്കാഞ്ഞത്. ഇപ്പോൾ അത് മുങ്ങി കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ലെവലിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് കുറച്ചുകൂടെ വെള്ളം കയറുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാറേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. വെള്ളം ഒത്തിരി കയറി കഴിഞ്ഞാൽ പിന്നെ തലവേദനയാണ്. അങ്ങോട്ട് കയറേണ്ടി വരും. ഇപ്പോൾ നല്ലപോലെ വെള്ളമുണ്ട്. അപ്പോൾ ഈ കല്ലാണ് എൻ്റെ അടയാളം. ഈ കല്ല് മുങ്ങിക്കഴിഞ്ഞാൽ ഏതാണ്ട് ആ കല്ല് മുങ്ങി. അതായിരുന്നു മുമ്പിലത്തെ അടയാളം. ഞാൻ അവിടെ ഇരിക്കാൻ തുടങ്ങി. എന്തോ ഭാഗ്യത്തിന് ഇരുന്നില്ല കേട്ടോ. ഇരിക്കാൻ ഞാൻ വന്നാൽ ഇനിയിപ്പോൾ വെള്ളം കയറി വരുമെന്ന് തോന്നുന്നു. കയറി വരുമ്പോൾ ഉമ്മാരി കയറി വന്നാൽ മെനക്കേടാ. എന്തായാലും ഞാനിങ്ങനെ വെയിറ്റിംഗ് ആണ്. ആന വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. സാധാരണ 6:35 കഴിയുമ്പോഴാണ് ആശാന്മാർ വരുന്നത്. വരട്ടെ. അവിടെ ഒരു നീലപ്പൻ മരിപ്പുണ്ട്. അതിനെ പറ്റുവാണെങ്കിൽ ഒന്ന് ഷൂട്ട് ചെയ്യട്ടെ. ആ കല്ല് ഏകദേശം മുങ്ങി കേട്ടോ. അടുത്ത ഈ കല്ല ആന നോക്കിയിരിക്കുക. ആന ഇപ്പോൾ വരും. അവിടെ വരട്ടാവില്ല. ആന വന്നിട്ടുണ്ട് കേട്ടോ. എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടെ മേളിൽ ഹോന്നൊക്കെ വെച്ച് അതിന് കുടിക്കുന്ന സൗണ്ട് കേൾക്കും. അപ്പോൾ കേൾക്കാം ഇത് വരുന്നത്. ഇറങ്ങി വരുന്നുണ്ട്. പിന്നെ മൂലയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ശരിയൊക്കെ ആട്ടുന്നുണ്ട്. ആന വന്നിട്ടുണ്ട്. പോകുന്നുണ്ട്. അങ്ങനെ വാടക വന്ന് പൊത്തോടങ്ങ് വന്ന് കിടന്നു കേട്ടോ. അവന് കൂടിയില്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് കിടക്കും. ഇത്രയും വെള്ളം കണ്ടപ്പോൾ അങ്ങനെ കുളിക്കാതെ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് വന്ന് കിടക്കുന്നു. കുട്ടിച്ചങ്ങല്ല കുളിയുടെ ആവശ്യമാണ് കേട്ടോ. അവൻ ഇങ്ങോട്ട് വരുമ്പോഴേ അവന് വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പോകത്തില്ല. അവനാണ് ഫസ്റ്റിൽ പോകുമ്പോൾ അവൻ അങ്ങ് വെള്ളത്തിൽ കിടങ്ങ് തളഞ്ഞ് കിടക്കുന്നതോടുകൂടി മറ്റവനും അവിടെ കിടക്കും. ഇതാണ് പരിപാടി. അങ്ങനെ കണ്ടോ കൊണ്ട് കിടക്കണം. എൻ്റെ കൂടെ വെള്ളത്തിൽ ഷൂട്ടിങ്ങാണെന്ന് ചെയ്യാം. കുട്ടിശങ്കരൻ പുളിയോടെ കേട്ടോ. നമ്മുടെ പുളിയോടെ പുളി അങ്ങനെ പുളി ഒരു വീക്ക്നെസ്സാണ് കേട്ടോ. അവരങ്ങോട്ടൊക്കെ മാറിക്കിടന്നാണ് പുളി കേട്ടോ.